രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികൾ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വാതന്ത്ര്യം, പരമാധികാരം തുടങ്ങിയ മൂല്യങ്ങളെ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അതിനെ ജാഗ്രതയോടെ നേരിടണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. രണ്ടാം സ്വാതന്ത്ര്യസമരം ആവശ്യമായി വന്നാൽ സ്വാതന്ത്ര്യസമര കാലത്തെ തീഷ്ണമായ ദേശവികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദേശാഭിമാനികളായ ജനങ്ങൾ രംഗത്തിറങ്ങണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ആ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക, ആ ഭരണഘടനാ മൂല്യങ്ങളെ പരീക്ഷിക്കുക. അതിൽ പ്രഖ്യാപനം ചെയ്തിട്ടുള്ള ജനാധിപത്യവും സ്വാതന്ത്ര്യവും നിരപേക്ഷതയും പരമാധികാരമൊക്കെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ദേശാഭിമാനികളായ ജനങ്ങൾ സചേതനമായി പങ്കെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഭരണഘടനാ മൂല്യങ്ങളെയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, പരമാധികാരം, മതനിരപേക്ഷത തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങളെ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ചില രൗദ്രഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവയെ അതിജീവിക്കാൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്മവീര്യത്തോടുകൂടി, ആ കാലഘട്ടങ്ങളിലെ സമർപ്പണബോധത്തോടുകൂടി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ പാതയിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരം ആവശ്യമായി വന്നാൽ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷണമായ ദേശീയവികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദേശാഭിമാനികളായ ജനങ്ങൾ രംഗത്തിറങ്ങേണ്ടി വരും. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. യുവതലമുറയുടെ കയ്യിലാണ് രാജ്യത്തിന്റെ അമൂല്യനിധിയായ ഭരണഘടന. ഭരണഘടന സംരക്ഷിക്കുന്നതിന്റെ ശ്രമങ്ങളിൽ മറ്റെല്ലാം വിസ്മരിച്ച് നാം പങ്കുകൊള്ളണമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം ഈ മൂല്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്നതാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.